നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് നിഴൽ ഘടികാരം എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നും അതിൻ്റെ പ്രവർത്തന രീതി എങ്ങനെയാണ് എന്നുമാണ്. വിക്ടേഴ്സിൽ സംപ്രേഷണം ചെയ്ത 8ാം ക്ലാസ്സിലെ ഫിസിക്സ് പാഠവുമായി ബന്ധപ്പെട്ട് ടീച്ചർ നിഴൽ ഘടികാരം ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായി ഞാൻ നിർമ്മിച്ച നിഴൽ ഘടികാരം കാണിച്ചു തരാം. അതിനു മുമ്പ് എന്താണ് നിഴൽ ഘടികാരം? അതെ, ഇപ്പോഴത്തേതുപോലെ ഡിജിറ്റൽ വാച്ചുകളും ക്ലോക്കുകളും ഒന്നും പണ്ട് കാലത്ത് ഉണ്ടായിരുന്നില്ല. അതിനാൽ പണ്ടുകാലത്തെ ജനങ്ങൾ സമയനിർണയം നടത്തിയിരുന്നത് ഇത്തരത്തിലുള്ള നിഴൽ ഘടികാരം നോക്കിയാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമായി ഒരു കോമ്പസ് എടുത്ത് പെൻസിൽ അതിൽ ഘടിപ്പിച്ച് ഒരു ചാർട്ട് പേപ്പറിൽ വൃത്തം വരയ്ക്കുക. ഇപ്പോൾ വരച്ചു കഴിഞ്ഞു. ഇനി ഈ വൃത്തം കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്യുക. ഇപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി വന്ന ഒരു കഷണം എടുത്ത് അതിൽ ഒരു പെറ്റലിൻ്റെ ആകൃതിയിൽ ഒരു ചിത്രം വരയ്ക്കുക. അതിനുശേഷം കത്രിക ഉപയോഗിച്ച് അത് മുറിച്ചെടുക്കുക. ഇപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതുപോലുള്ള 11 എണ്ണം നിർമ്മിക്കുക. ഇപ്പോൾ 12 എണ്ണം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ വലിയ വൃത്തത്തിൻ്റെ ഇവിടെയും പുറകുവശത്തും ഒട്ടിക്കാനായി 2 ചെറിയ ഇതുപോലുള്ള വൃത്തങ്ങൾ കട്ട് ചെയ്യുക. ഇനി നമുക്ക് ഇവിടെ പശ തേച്ച് ഒട്ടിക്കാം. ഇപ്പോൾ പശ തേച്ചു. ഇനി ഒട്ടിക്കാം. ഇനി ഈ ഭാഗത്തും പശ തേച്ച് ഈ വൃത്തം ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ 2 വൃത്തവും നേരെ വരത്തക്ക വിധമാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. 2 വൃത്തവും ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ഈ പെറ്റലുകൾ ഓരോന്നായി ഈ വൃത്തത്തിൻ്റെ പുറകെ ഒട്ടിക്കാം. ഇതൊരു പഴയ പേനയുടെ റീഫില്ലാണ്. ഇതുപയോഗിച്ച് ഞാൻ ഇവിടെ ഒരു ദ്വാരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി മാർക്കർ ഉപയോഗിച്ച് ഇതിലെ ഓരോ പെറ്റൽസിലും 1 മുതൽ 12 വരെയുള്ള അക്കങ്ങൾ എഴുതാം. ഇപ്പോൾ 1 മുതൽ 12 വരെയുള്ള അക്കങ്ങൾ എഴുതി കഴിഞ്ഞു. ഇനി ആ പഴയ റീഫിലെടുത്ത് ഈ ദ്വാരത്തിലൂടെ കയറ്റുക. ഇനി ഇതിവിടെ നിൽക്കാൻ വേണ്ടി ഒരു പഴയ റബ്ബർ എടുത്തിട്ടുണ്ട്. ഒരു റബ്ബറിൻ്റെ കഷണം എടുത്തിട്ടുണ്ട്. അത് അതിലൂടെ കയറ്റി വയ്ക്കുക. അപ്പോൾ നിഴൽ ഘടികാരം തയ്യാറായി. ഇനി നമുക്കിത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കാം. അതിനായി ഞാനൊരു ടോർച്ച് എടുത്തിട്ടുണ്ട്. ഈ ടോർച്ച്
കത്തിച്ച് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ടോർച്ച് കത്തിച്ചതിൻ്റെ വിപരീത ദിശയിലാണ് റീഫില്ലിൻ്റെ നിഴലുള്ളത്. സമയം ഇപ്പോൾ 12 മണിയാണ് ഉള്ളത്. ഇപ്പോൾ സമയം 1 മണി. രണ്ട് മണി. 3 മണി. 4 മണി. ഇങ്ങനെ പ്രകാശത്തിൻ്റെ സ്ഥാനമാറ്റത്തിനനുസരിച്ച് സമയം മാറുന്നു. ഇങ്ങനെയാണ് പണ്ട് കാലത്ത് സൂര്യപ്രകാശത്തിൻ്റെ പതനത്തിനനുസരിച്ച് നിഴൽ ഘടികാരത്തിലെ സമയം മാറിയിരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നിഴൽ ഘടികാരം നിർമ്മിക്കുന്നതും അതിൻ്റെ പ്രവർത്തനവും. എല്ലാവരും ഉണ്ടാക്കുമല്ലോ? വളരെ എളുപ്പമാണ്.